എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഗ്രേറ്റ് എനർജറ്റിക് പേഴ്സണാലിറ്റി, മെന്റർ, മോട്ടിവേറ്റർ, നാദാപുരം ആവോലം സ്വദേശി അബ്ദുൾ ലത്തീഫ് സാറാണ്. സാറിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നൊരു ശനിയാഴ്ച മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എൻ്റെ ഒരു ചെറിയ നമ്മുടെ ഈ ബിസിനസ്സിലെ മുന്നോട്ട് കുതിക്കുന്നതിന് വേണ്ടി എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുമെന്ന് ആഗ്രഹിച്ച് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന മുഴുവൻ ഗ്രേറ്റ് എനർജറ്റിക് ലീഡേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ പേരെന്നെ പറഞ്ഞു കഴിഞ്ഞു, ബിനോയ് ടി.എസ്. ഈ മഹത്തരമായ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഒരു ടിപ്പർ ലോറി ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവർമാരെല്ലാം അങ്ങനെ ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ വിദ്യാഭ്യാസം എനിക്കില്ല. എങ്കിലും ഞാൻ പറയാം, പല മേഖലയിലും ഡ്രൈവറായി എന്നതുകൊണ്ട് ഞാൻ ഡ്രൈവർ ആകുന്നത് തന്നെ വണ്ടി ക്ലീനറായി പോയിക്കൊണ്ട് ജീപ്പില് തുടങ്ങി, അങ്ങനെ ബസ്സിലായി, ബസ് ഓടിച്ച് അങ്ങനെ ഗൾഫിൽ പോയി. ഗൾഫിൽ പല വണ്ടികളും, ഒരു റെന്റേ കാറിന്റെ അവിടെയായിരുന്നു, അവിടെയും ഡ്രൈവറായിരുന്നു. അവിടുന്ന് വീണ്ടും നാട്ടിൽ വന്നു. സാഹചര്യം കൊണ്ട് നാട്ടില് സെറ്റിലായി. നാട്ടിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടിപ്പറിൽ പോകാനിടയായത്. അധ്വാനിക്കാൻ, അതായത് നമ്മൾ എല്ലാവരും ഒരു നാടൻ ഭാഷ പറയുകയാണെങ്കിൽ വിയർപ്പിന്റെ അസുഖം ശകലം പോലും എനിക്കില്ല. കാരണം രാവിലെ 3 മണിക്ക് ഞാൻ ടിപ്പർ എടുക്കാൻ വേണ്ടി പോകും. രാവിലെ പുലർച്ചെ 3 മണിക്ക്, അത് 2-2:30 ആകുമ്പോൾ എണീറ്റ് പോകും. പുഴ അക്കരെ കടന്ന് മുള്ളങ്കുന്ന് അപ്പുറം, അവിടെ ഒരു നെല്ലിക്കുന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഊരാളുങ്കലിൻ്റെ ഒരു പാറമടയുണ്ട്, അതായത് ക്രഷർ. അവിടെ പോയിട്ട് ഞാൻ വണ്ടി എടുക്കും. ടോറസാണ്. ആ വണ്ടി എടുത്ത് വൈകുന്നേരം 7:30, 8, 9 അത് സമയമില്ല, ആ രീതിയിൽ അധ്വാനിച്ച് ദിവസം ഒരു 3000 രൂപ 3500 റുപ്യൊക്കെ കൂലിയുണ്ട്. ആ ഒരു സമയത്താണ് നാദാപുരം ആവോലത്തുള്ള ഒരു ടാക്സി ഡ്രൈവർ എന്നോട് പറയുന്നത് ആഴ്ചയിൽ 2,10,000 കിട്ടും. ഇത് പറയുമ്പോ തന്നെ മൂപ്പര കണ്ണ് രണ്ടും ഇങ്ങനെ ഞണ്ടിന്റെ കണ്ണ് പോലെ തുറിച്ചിങ് വന്നു. ഇത് കേട്ടേ പാടെ ഞാൻ എൻ്റെ ടിപ്പറല്ലേ, ലോറി ഡ്രൈവറല്ലേ, എടുത്തും ബായ്ക്കും നമ്മൾ മറുപടി പറയും, ഇതെനിക്ക് വേണ്ട, നിങ്ങൾ മേടിച്ചു. അത് ആറ്റിറ്റ്യൂഡാണ്. അത് ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടാണ്. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ റിട്ടേൺ കേൾക്കണം, ഇത് ഞാൻ തരൂല. മൂപ്പരടുത്ത് ഉണ്ടെങ്കിലും, മൂപ്പര് അതാ എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ഒരാഴ്ച മുടങ്ങാതെ 2,10,000 തരാൻ ഞാൻ ആളല്ല. അത് കേട്ടപ്പോ എനിക്കൊരു വൈബ് വന്നു. ഇത് മേടിക്കുന്ന ആളുണ്ട്, അയാളെ ഒന്ന് വന്ന് കണ്ടു. മേടിക്കുന്ന ആളുണ്ട്, കാണണമെങ്കിൽ പോരെ. അങ്ങനെ എന്നെ ക്ഷണിച്ചതാ. ഇത് കേട്ടപ്പോ തന്നെ എൻ്റെ ഉള്ളില് ഇത് അതിയായ രീതിയിൽ ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ വിജയിക്കണമെന്നും പണം ഉണ്ടാക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തിന്റെ ഉള്ളില് ആഴ്ചയിൽ മുടങ്ങാതെ 2,10,000 മേടിക്കുന്ന വ്യക്തി, ഈ ഒരു ചിന്ത വരൂലേ, ഒന്ന് കാണണമെന്ന്. അങ്ങനെ കാണാൻ വേണ്ടി പോയവനാണ് ഞാൻ. അങ്ങനെ മൂപ്പര് പറഞ്ഞു, ബുധനാഴ്ച വടകര വരണം. ഞാൻ പറഞ്ഞു, ഇത് കാണണം എന്നുള്ള ആഗ്രഹം. മൂപ്പര് വരുമോ വരണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല.
3 മണിക്ക്. ഈ ടൈമും സ്ഥലവും കിട്ടി. ബുധനാഴ്ച ആകാൻ കാത്തിരുന്നു ഞാൻ. അങ്ങനെയാണെങ്കിൽ മൂപ്പര് പറയണ്ടേ, അവിടെ ഒരു മീറ്റിംഗ് ആണ്, ഇതുപോലെ പരിപാടി ഉണ്ട്, ആൾക്കാർ വരുന്നതാണ്, മിനിമം ഒരു വെള്ളമുണ്ടെങ്കിലും കൊടുത്ത് നീ വരണം. ഇതൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് നാദാപുരം മുതൽ കൈനാട്ടി വരെയുള്ള റോഡിന്റെ പണിയാണ്. നാദാപുരത്ത് നിന്ന് കൈനാട്ടി, അതായത് വടകരയ്ക്ക് പോകുന്ന റൂട്ടിൽ പോകാത്ത ചില പുറത്തുള്ളവരുണ്ടാവും, അറിയത്തില്ലാത്തവര്. എങ്കിലും നമ്മുടെ ചുറ്റുപാടിനുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. നാദാപുരം മുതൽ കൈനാട്ടി, അതായത് നമ്മുടെ ഹൈവേ വരെയുള്ള റോഡിന്റെ പണിയാണ് അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടിപ്പർ ലോറിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ബുധനാഴ്ച ഞാൻ മനഃപൂർവ്വം വടകരയ്ക്ക് ലോഡ് എടുത്ത് കൈനാട്ടി പാലത്തിന്റെ തൊട്ടിപ്പുറം കൊണ്ടുപോയി തട്ടി അൺലോഡ് ചെയ്തു. വടകര നമ്മുടെ ഹൈവേയിൽ കൊണ്ടുപോയി വണ്ടി സൈഡാക്കി. അതേ വേഷത്തിൽ, ഏത് കാക്കി ഷർട്ടും മുണ്ടും ഒരു ചെരുപ്പും ചവിട്ടി തോളിലൊരു തോർത്തുകൊണ്ട്. അന്നത്തെ അവസ്ഥ അതാ. ആകെ ഞാൻ ചെയ്തത്, എൻ്റെ ഷർട്ടിന്റെ കുടുക്ക് മൊത്തം ഞാൻ ഇട്ടു. പിന്നെ തോളിലെ തോർത്ത് എടുത്ത് മാറ്റി. ടൗണിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അങ്ങനെയാ ചെയ്തേ. ഇതും മാറ്റി ആ GTS സെന്ററിൽ ഒരു വ്യക്തി കയറി ചെല്ലുന്ന അവസ്ഥയൊന്നും ഓർത്തു നോക്കിക്കേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും എന്നെ നോക്കുവാണ്. അവിടെ വരുന്നവരൊക്കെ നല്ല പേന്റിട്ട്, നല്ല ഇൻസൈഡ് ചെയ്ത്, നല്ല ഡ്രസ് കോഡിലാണ് വരുന്നത്. അപ്പം ഞാൻ ഇത് കേൾക്കാൻ വേണ്ടി പോയപ്പം എനിക്കാകെ ഒരു ചമ്മലായി. ഞാൻ ഈ GTS നടക്കുന്നതോ, അവിടെ പ്ലാൻ പ്രസന്റേഷൻ നടത്തുന്നതോ, 2,10,000 കഥ ലാസ്റ്റ് പറയുന്നതോ, ഒരു മാസത്തിലെ 4 ആഴ്ചയാണെന്നും 4 ആഴ്ച കൂടി 8,40,000 രൂപ കിട്ടുന്നുണ്ടെന്നോ ഒക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ബോധ മനസ്സ് വേറെ എവിടെയോ ആണ്, മറ്റുള്ളവരിലേക്കാണ്. അവരൊക്കെ ഞാനിത് നോക്കുന്നുണ്ട് ചുറ്റും. അവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഇവനെന്തിനാപ്പം വന്ന് ഇങ്ങനെ എന്നുള്ള ചിന്തയിലാണ് അവർ നോക്കുന്നത്. ഒരു മനുഷ്യനൊരു ചളുപ്പ്, ഒരു ചമ്മൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഫസ്റ്റ് തന്നെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമല്ലോ. സാറേ, ഇതിൽ ഓരോരുത്തർ കയറുന്നുമുണ്ട്. നമ്മൾ TC മുതൽ ഒരു GTS സെന്ററിൽ വിളിക്കില്ലേ, ഓരോരുത്തർ കയറി അവരുടെ അനുഭവങ്ങളും അവർ ഈ ബിസിനസ്സിൽ വന്ന കാര്യങ്ങളും ഒക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും മെല്ലെ 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 ഞാൻ ഇതിൽ ലയിക്കാൻ തുടങ്ങി. ഈ കയറുന്നവരെല്ലാം സാധാരണക്കാരാണ്. അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേനും ഞാനൊരു ടിപ്പർ ലോറി ഡ്രൈവർ അല്ലേ, ഞാൻ അപ്പോഴത്തേനും ഒന്നുകൂടി ഒന്ന് വിരിഞ്ഞു. അപ്പം ഇവര് കയറുന്നതിൽ കുറെ പേര് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് വരുന്നവര്, പല ഡ്രൈവർമാരും ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി. ലാസ്റ്റ് ചീഫ് ഗസ്റ്റ് ആണ്. അപ്പോഴത്തേനും ഞാൻ എന്നെ മറന്നു, മറ്റുള്ളവരുടെ നോട്ടമൊക്കെ നിർത്തി. ചീഫ് ഗസ്റ്റ് ആയിട്ട് അന്ന് വന്നത് അഭിമാനം, നമ്മുടെ ഗ്രേറ്റ് എനർജറ്റിക് പവർഫുൾ ലീഡർ, മേപ്പയ്യൂര് സ്വദേശി സത്യം മാസ്റ്റർ ആയിരുന്നു. സാറേ, മൂപ്പര് വന്നപ്പോഴത്തേനും വൈബ് വേറെയാ. ആൾക്കാർ കയ്യടിയുടെ ശക്തി കൂട്ടി കൂക്കി വിളിക്കുന്നു, വിസിലടിക്കുന്നു. അപ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അതിലേക്ക് മാറി. നോക്കുമ്പം മൂപ്പര് ബാങ്ക് ജോലിക്കാരനാണ്. ഒരു പ്രൊഫഷണൽ കോളേജില് അധ്യാപക മേഖലയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. മൂപ്പര് ഇതെല്ലാം രാജിവെച്ചിട്ട്, കേക്കണേ, ഇതെല്ലാം രാജിവെച്ച് ഫുൾ ടൈം കരിയറായിട്ട് ഈ ബിസിനസിനെ ഏറ്റെടുത്ത് ആഴ്ച വരുമാനം 2,10,000 രൂപ മേടിച്ചെടുക്കുന്നു. ഇത് നൂറുകണക്കിന് ആൾക്കാരുടെ കണ്ണുകളിൽ നോക്കി ഒരാശങ്കയില്ലാതെ, ഒരു സംശയമില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളെ ഇമ വെട്ടിക്കാതെ നോക്കി കറക്റ്റായിട്ട് പറഞ്ഞപ്പോ അത് 100% ഞാൻ വിശ്വസിച്ചു. ഇതിൽ യാഥാർത്ഥ്യമുണ്ട്. കണ്ട, പറയുന്നുണ്ടെങ്കിൽ
സ്ട്രോങ് ആയിട്ട് പറയണം. പറയുന്നുണ്ടെങ്കിൽ ഒരു നാനോ പോയിന്റ് സംശയമില്ലാതെ പറയണം. അതിനാണ് പറയുന്നത് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന് പറയും. ആത്മവിശ്വാസമില്ലാതെ പറയുന്നവന്റെ വാക്ക്, ആത്മവിശ്വാസമുള്ളവൻ അത് ഏറ്റെടുക്കും. ഇല്ലാതെ പറയുന്നവൻ നെവർ ഏറ്റെടുക്കില്ല. കോൺഫിഡൻസ് അത് ഈ ബിസിനസ്സിൽ ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, സർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം, ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്. സാറേ അതല്ല, അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകണം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പറയുന്ന വാക്കിൽ 100% വിശ്വാസം, അടിയുറച്ച വിശ്വാസം എന്ന് പറയും. അതാണ് കോൺഫിഡൻസ്. അങ്ങനെ പറഞ്ഞപ്പം അന്ന് കുറച്ചു മുമ്പ് പറഞ്ഞത് സാറ് മേടിച്ചോന്നാ. ഇത് കഴിഞ്ഞപ്പം ഇത് സത്യം മാസ്റ്ററിന്റെ ആ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ അബ്ദുൾ ലത്തീഫ് സാറ് എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ വ്യക്തിയോട് ഞാൻ പറഞ്ഞത്, ഞാൻ ചെന്ന് ചോദിച്ചത്, സർ അപ്പോഴത്തേന് ഞാൻ അങ്ങോട്ട് സറണ്ടറായി. ഏത് ഒരു കാര്യം ബോധ്യപ്പെടാതെ മനസ്സിലാകാതെ നമ്മൾ അതിനെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ബോധ്യപ്പെട്ട് അത് നമ്മൾ കരുതിയതല്ല അതെന്ന് ബോധ്യം 100% നമ്മുടെ ഉള്ളിൽ വന്നാൽ സാർ പിന്നെ കാചാകൂച പറയാൻ നിൽക്കരുത്. സറണ്ടർ ആകണം, വിധേയപ്പെടണം, അങ്ങോട്ട് എളിമപ്പെടണം. ഞാൻ ചോദിച്ചു, സാർ ഇത് മേടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതെന്റെ നെക്സ്റ്റ് ചോദ്യ. ഇത് എന്റെ ഉള്ളിൽ നിന്ന് വന്നതാ. അപ്പം മൂപ്പർ എന്നോട് പറഞ്ഞത്, ഒരു 2 ലക്ഷം ഉറുപ്പിക കൊണ്ടുപോയി ഇട് എന്നല്ല പറഞ്ഞേ. സാർ കൂടെ നിക്ക്, ഇത് ഞാൻ മേടിക്കും, നിങ്ങൾക്കും മേടിച്ചു തരും. കൂടെ നിക്ക്, കൂടെ ഉണ്ടാകും. എന്നോട് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല കൂടെ നിക്ക്, ജീവിതത്തിൽ വിജയിപ്പിച്ചു തരാമെന്ന്. ജീവിതം എന്ന് പറയുന്നത് ഇഹലോകത്തൊരൊറ്റയൊന്നേ ഉള്ളൂ. നമ്മൾ ആരും ജീവിതത്തിൽ പരാജയപ്പെടാൻ വേണ്ടി വന്നവരല്ല. ആ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ആരും, എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും നമ്മൾ ആരും ജീവിതത്തിൽ പരാജയപ്പെടണമെന്ന് ഒരു നിമിഷം പോലും തെല്ലും ആഗ്രഹിക്കാത്തവരാ. എന്നിട്ടും നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചിന്തനം ചെയ്യാത്തതിന്റെ പേരില. നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സാർ? ഇന്നുവരെ ഞാൻ എന്തായിരുന്നു? ഞാൻ എന്ത് നേടി? ഇനി ഞാൻ അങ്ങോട്ട് എന്ത് നേടും? ഇത് തിരിച്ചറിവല്ലേ സാർ? ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടാൻ, തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അറിവിനെക്കാട്ടും പ്രാധാന്യം അർഹിക്കുന്നതാ. സ്വയം അനുഭവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വ്യക്തിക്ക് കിട്ടാൻ പറ്റുന്ന ജ്ഞാനം. അത് സ്വയം കിട്ടണമെന്നില്ല സാർ. നമ്മുടെ ജീവിതം ഹോമിച്ചിട്ട് ഒരറിവ് കിട്ടിയത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റുവട്ടത്തും ഇല്ലേ, 15 വയസ്സ് മുതല് ജോലി ചെയ്തിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാതെ വരും തലമുറയ്ക്ക് ബാധ്യതയുണ്ടാക്കി, എടുത്ത പൊന്താത്ത കടമുണ്ടാക്കി വെച്ചിട്ട് പോകുന്നവരല്ലേ സാർ നമ്മുടെ പൂർവികര്? അവരെന്തുകൊണ്ട്, അവരെ കുറ്റം പറയുന്നതല്ല സാർ, അവരെന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ?
അല്ല. അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ ഒരു മഹത്തരമായ അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് സാർ. നമ്മൾ ഇന്നിവിടെ ഭാഗ്യവാന്മാരാ. ഇന്ന് നമ്മുടെ ലോകം കണ്ട മഹത്തരമായ ഈ അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്തവരാ. കാരണം ഇന്ന് ലോകത്ത് ഒരു മനുഷ്യന് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും സൗഭാഗ്യം അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ്. ഒരവസരം അത് കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞു സാർ. ഇവിടെ ഇതിനോട് ആത്മാർത്ഥത കാണിച്ചാൽ, ഇതിന് പ്രയോറിറ്റി കൊടുത്താൽ, പഠിക്കാനും പരിശ്രമിക്കാനും തയ്യാറായാൽ, പരാജയം തൊട്ടു തീണ്ടാത്ത, പരാജയം എന്നൊരു വാക്കുപോലും ഇല്ലാത്ത വിജയം മാത്രമുള്ള ബിസിനസ് അവസരം, ഇതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാ. ഇതിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാ നമ്മുടെ പ്രശ്നം. ഏറ്റെടുക്കണം. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചതാ. എന്താണോ പറയുന്നത്, വായിൽ നിന്ന് എന്താണോ വീഴുന്നത്, അതെനിക്ക് വേദവാക്യമാണ്. അതനുസരിക്കാതെ ഞാൻ പോയിട്ടില്ല. ഞാൻ RTC ആയതും എനിക്ക് ഈ ആഴ്ച വരുമാനം 2,10,000 എൻ്റെ അക്കൗണ്ടിൽ മേടിക്കാനും എൻ്റെ കൂടെ വന്നവർക്ക് മേടിച്ചു കൊടുക്കാനും ഞാൻ കാരണക്കാരനായതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഞാൻ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടുകൂടി, ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയും. അത് നിങ്ങൾ ഹൃദയം തുറന്ന് ദിൽ ഖോൽക്കെ സുനേഗത്തോ അഭിമയ പോലെക. ഞാൻ അതിപ്പം പറയാന്ന്, ഹിന്ദിയിലൊക്കെ ഞാൻ പറയും. അത് നിങ്ങൾ ഹൃദയം തുറന്ന് കേൾക്കണം. ഒറ്റ രഹസ്യം. അത് പറയുമ്പം ഹൃദയം തുറന്ന് അത് നിങ്ങൾ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. പേനയും പേപ്പറും കൊണ്ട് എനിക്ക് എഴുത്തും വായനയൊന്നും വലിയ കൃത്യമായിട്ട് ഞാൻ എഴുതിയത് ചിലപ്പോൾ എനിക്ക് തന്നെ വായിക്കാൻ പറ്റൂല. ആ കണ്ടന്റ് മാറിപ്പോകുന്നതിന് മുമ്പ് നിങ്ങൾ പേനയും പേപ്പറിലും എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. ആ ഹൃദയം അങ്ങ് തുറക്കണം. ഹൃദയം തുറന്ന് ഹൃദയത്തിന്റെ താളുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തണം. അതാണ് ദിൽ ഖോൽക്കെ ദിൽ കാന്തർ ലിഖർക്കോ. ഹൃദയം തുറന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതി വെക്കണം. വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ രഹസ്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂടെ ജോലി ചെയ്ത ജയേഷ് സാറിനെ അത്രയ്ക്കും ഞാൻ ഇഷ്ടപ്പെടുന്നു. മൂപ്പര് അത്രയ്ക്കും എനിക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ രഹസ്യം ഞാൻ പറഞ്ഞു കഴിയുമ്പോ എന്നല്ല, ഇത് രഹസ്യം ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. റെഡി? യെസ്. ആൾക്കാരെ കാണുന്നില്ല, ജയേഷ് സാറിന്റെ ആ പുഞ്ചിരി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. യെസ്. എങ്കിലും പ്രോഗ്രാം, ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ്. ഇത് പ്രോഗ്രാമാണ് സാർ. ഒറ്റ പ്രോഗ്രാമിന് ഞാൻ പോകാതിരുന്നിട്ടില്ല. ഇന്നും പ്രോഗ്രാമിന് പങ്കെടുക്കണം. അതിന്റെ കാരണം കൂടി ഞാൻ പറയാം. ഞാന് ഡ്രൈവറായി തീരാൻ വേണ്ടി ഞാൻ എടുത്ത എഫേർട്ട്, ഞാൻ എടുത്ത കഷ്ടപ്പാട്, ഞാൻ എടുത്ത ആ ഒരു ബുദ്ധിമുട്ട്, അന്ന് എനിക്കത് ബുദ്ധിമുട്ടല്ലായിരുന്നു, അന്ന് എനിക്കത് എഫേർട്ട് അല്ലായിരുന്നു, അന്ന് എനിക്കത് കഷ്ടപ്പാട് സ്ട്രഗിൾ അല്ലായിരുന്നു. കാരണം എനിക്ക് ഡ്രൈവർ ആകുക എന്നുള്ള എൻ്റെ അഭിലാഷമായിരുന്നു. അതെനിക്കൊരു പാഷനായിരുന്നു, അഭിനിവേശമായിരുന്നു. അതുകൊണ്ട് എത്ര രാത്രിയായാലും വണ്ടി കഴുകി തുടച്ചു വെക്കാനോ, അല്ലെങ്കിൽ എൻ്റെ ഗുരു ഡ്രൈവർ പറയുന്നത് അനുസരിക്കാതിരിക്കാനോ
ഞാൻ തയ്യാറായിരുന്നില്ല. കറക്റ്റ് സ്പോട്ടില് ഞാൻ അനുസരിക്കും. അന്ന് എനിക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഡ്രൈവറായി, ഞാൻ അതില് എക്സ്പേർട്ട് എന്ന് പറയാൻ പാടില്ല. ഞാൻ ഏത് വണ്ടിയും അനായാസം ഓടിച്ചു പോകാൻ ഒരു മുതലാളി ബിനോയ് ആണോ, ബിനോയിന്റെ അടുത്ത് വണ്ടി കൊടുക്കുക, ബിനോയിനോട് പറ ഡ്രൈവർക്ക് ഒന്ന് ടെസ്റ്റ് കൊടുക്കാൻ. ആ രീതിയിലേക്ക് മാറിയത് ഞാൻ എൻ്റെ തുടക്കം മുതലേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ആ മേഖലയിൽ ഞാൻ എടുത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അന്ന് എനിക്ക് മനസ്സിലാകാതെ പോയത് ഞാൻ അതിനെ സ്നേഹിച്ചു. അതുപോലെ തന്നെ ഈ ബിസിനസിനെ സ്നേഹിക്കണം. ഇത് നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ മൈ ലൈഫിലല്ല വേണ്ടിയത്, നമ്മുടെ ഉള്ളിൽ മൈ ലൈഫ് വേണം. അപ്പോഴാണ് നമ്മൾ ഇതിനെ സ്നേഹിക്കുക, അപ്പോഴാണ് നമ്മൾ ഇതിനെ പ്രണയിക്കുക, അപ്പോഴാണ് നമുക്ക് ഇതിൽ വരുന്ന ബുദ്ധിമുട്ടും സങ്കടപ്പാടും കഷ്ടപ്പാടും എഫേർട്ടും സ്ട്രഗിളും ഒന്നും ഒരു വിഷയമല്ലാത്ത രീതിയിലേക്ക് മാറുക. കേട്ടാ, ഇതിലൂടെ കിട്ടാൻ പോകുന്ന, ഇതിലൂടെ നേടിയെടുക്കാൻ പോകുന്ന, ഇതിലൂടെ കിട്ടുന്ന ആ ഒരു സൗഭാഗ്യം, ഇതിലൂടെ കിട്ടുന്ന നേട്ടങ്ങള്, ഇതിലൂടെ കിട്ടുന്ന എൻജോയ്മെന്റ്, ഇതിലൂടെ കിട്ടുന്ന ആദരവ്, അത് മുൻകൂട്ടി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഇവിടെ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടോ സാർ? ഇവിടെ എൻജോയ് ചെയ്ത് ലൈഫ് ആസ്വദിച്ചുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും ഇതില് ചരിത്രം കുറിക്കാം. ഷുവർ. ഇത് 100% പ്രൂവനാണ്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് രഹസ്യം ഞാൻ ഇവിടെ പറഞ്ഞു. പ്രോഗ്രാമിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. പ്രോഗ്രാമിലൂടെ നമ്മൾ കയറി ഇറങ്ങുമ്പോഴാണ് ഈ ബിസിനസ്സില് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തു പറയണം, എന്ത് പറയരുത്, ഒരു വ്യക്തിയെ എങ്ങനെ മോട്ടിവേഷൻ ചെയ്യണം, എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, വിശ്വാസം വരുത്തിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബോധ്യം ഉണ്ടാവുകയുള്ളൂ, ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഏത് മേഖലയിലാണോ അഗ്രഗണ്യനാകാൻ പോകുന്നത്, അഗ്രഗണ്യനാകാൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലയിൽ അറിവുള്ളവനായിരിക്കണം. അതിന് പ്രോഗ്രാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രോഗ്രാമിൽ നമ്മൾ കയറി ഇറങ്ങുമ്പോഴും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ലീഡേഴ്സ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, ഓരോ കോൺടെസ്റ്റുകൾ വെക്കും. അത് നമ്മുടെ വിജയത്തിന്റെ ആക്കം കൂട്ടാൻ, നമ്മുടെ വിജയത്തിന്റെ വേഗത കൂട്ടിക്കാൻ, സ്ട്രഗിൾ കുറയ്ക്കാൻ വെക്കുന്നതാണ്. അത് പിടിക്കണം. കോൺടെസ്റ്റില് നമ്മൾ വെക്കുന്ന ടീം വെക്കുന്ന ഓരോ കോൺടെസ്റ്റിലും നമ്മൾ അവിടെ ഒരു വിജയ പതാക ഉയർത്തണം. നമ്മുടേതായിട്ടുള്ളൊരു സ്ഥാനം നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെ തന്നെയാണ് ഞാനും ഈ ബിസിനസ്സിൽ കയറി വന്നത്. പെർഫോമൻസ് ബോണസ് ഒക്കെ അടിക്കണം എല്ലാ റാങ്കിലും. RTCയില് ഞാൻ പെർഫോമൻസ് അടിച്ചിട്ടില്ല, STCയിലും എല്ലാ റാങ്കുകളിലും പെർഫോമൻസ് അച്ചീവ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. കൂടെയുള്ളവരെ കൂട്ടിപ്പിടിക്കാനും അവരെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് നയിക്കാനുമുള്ള പ്രാവണ്യം ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടും. സിമ്പിളാണ്. അറിയത്തില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനില്ല. അങ്ങനെ ഒന്നും ചെയ്യുകയും വേണ്ട. അറിയാവുന്ന, നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ നിരന്തരം ആവർത്തിക്കുമ്പോഴാണ് പരിവർത്തനം സാധ്യമാകുന്നത്. നിരന്തരമുള്ള ആവർത്തനം
അതിൻ്റെ ഫലം നമ്മുടെ ചിന്തയ്ക്കതീതമാണ്. ജോലിക്ക് അതില്ല. ജോലി ഒരു ദിവസത്തെ ആണെങ്കിൽ അതിൻ്റെ വേതനം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ കട്ട്. ഇനി ഒരു മാസത്തെ ആണെങ്കിൽ അത് ശമ്പളമാണ്, അത് മേടിച്ചു കഴിഞ്ഞാൽ കട്ട്. അതിനൊന്നും നിരന്തരമായിട്ടുള്ള ആവർത്തനമില്ല. നേരെ മറിച്ച് നമ്മുടെ ഈ ബിസിനസ് നിരന്തരമായിട്ടുള്ള ആവർത്തനമാണ്. അതിൻ്റെ ഫലം നമ്മുടെ ചിന്തയ്ക്കതീതമാണ്. എന്തൊക്കെയായാലും സമയം വൈകിയെന്ന് തോന്നുന്നു, കുറെ സംസാരിച്ചു പോയി. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ തുടക്കം ഒരു ആശങ്കയുള്ള ഒരു വ്യക്തിയെ ഉണ്ടെങ്കിൽ, സംശയമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ പറയാം. തുടക്കകാലത്ത് അബ്ദുൾ ലത്തീഫ് സാറ് ഒരു മീറ്റിംഗ് പോലെ വെച്ചു. അന്ന് മീറ്റിംഗ് ആണെന്നും ഇത് ഇങ്ങനെ നടത്തണമെന്നൊക്കെയുള്ള കാര്യം അന്നൊക്കെ അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. എന്നെ നാട്ടിൽ വന്നു. അവിടെ ഒരു മദ്രസയുണ്ട്. മദ്രസയിലാണ് ഞങ്ങൾ കൂടിയത്. 5 പേരുണ്ട് എൻ്റെ വിങ്ങിൽ വരുന്ന, എൻ്റെ ഓർഗ് 1-ലും ഓർഗ് 2-ലും വരുന്ന ആൾക്കാരാ. അവര് ഓർഗ് 1-ൽ അന്നില്ല, ഓർഗ് 2-ല് മാത്രം. ഈ 5 പേര് വിളിച്ച് മദ്രസയിൽ വന്നു. മൂപ്പര് ഞങ്ങൾ 5 പേരും ഉണ്ട്, അബ്ദുൾ ലത്തീഫ് സാറും ഉണ്ട്. സാർ എന്നോട് മാറ്റി നിർത്തി പറഞ്ഞു, ബിനോയ് സാറേ. അപ്പം ഈ സാറെന്നൊക്കെ ഉള്ള വിളി കേൾക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് ഇതാക്കും. ഉള്ളിൽ ഭയങ്കര ഒരു ഇതൊക്കെ കത്തും. ബിനോയ് സാറേ. ഞാൻ പറഞ്ഞു, സാറാണ് ഇവിടുത്തെ ലീഡർ. ഞാൻ പറഞ്ഞു, ഓ സൂപ്പർ, അടിപൊളി. അതുകൊണ്ട് തന്നെ സാറ് എന്നെ വേദിയിലേക്ക് ക്ഷണിക്കണം. സാറിന്റെ പേരും സ്ഥലവും പറഞ്ഞ് പരിചയപ്പെടുത്തണം. ഇത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, സാറേ അതിന് എന്നെ ഇവർക്കെല്ലാം അറിയാം. ആയിക്കോട്ടെ, ഇതിനൊരു റൂളുണ്ട്, ഇതിനൊരു റൂൾ, ആ പ്രോട്ടോകോൾ ഉണ്ട്. ഞാൻ പറഞ്ഞു, അത് പറ്റൂല സാറേ. കാരണം അന്ന് അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ആ 5 പേരുടെ മുമ്പില് ഞാൻ നിന്നിട്ട് എൻ്റെ പേര് വരുന്നില്ല. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരാ. അവര് ചിരി തുടങ്ങി. സ്വന്തം പേര് പറയാൻ അറിയത്തില്ലാത്തവൻ മുദ്ര. അന്ന് ഞാനൊരു തീരുമാനമെടുത്തതാ. അന്ന് ഞാൻ അവിടുന്ന് പേര് പറയാതെ കരഞ്ഞ് വിറച്ച് അങ്ങ് മാറിപ്പോയി. അന്ന് ഞാൻ അവിടുന്ന് ഒരു തീരുമാനമെടുത്തു. ലോകത്ത് ഒരു മനുഷ്യന്റെ കഴിവിന്റെ 10% അവൻ ഉപയോഗിക്കാൻ തയ്യാറായാൽ അവൻ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ പറ്റും. ഇത് തിരിച്ചറിവാണ്. ഒരു മനുഷ്യന്റെ കഴിവിന്റെ 20% ഉപയോഗിക്കാൻ തയ്യാറായാൽ അവിടെ ചരിത്രം പിറക്കും സാർ. അന്ന് മുതലേ ചെറുതായി പേര് പറഞ്ഞു പഠിച്ചു. ഞാൻ സ്വയം GTS എടുക്കാൻ തുടങ്ങും, സ്വയം പ്രസംഗിക്കാൻ തുടങ്ങും, സ്വയം പറയാൻ തുടങ്ങും. എൻ്റെ വീടിനടുത്ത് പുഴയുണ്ട്. പുഴയിൽ ഞാൻ പോയി നിന്നിട്ട് വലിയ കല്ല്, ഏറ്റവും പൊക്കമുള്ള കല്ലിന്റെ മുകളിൽ കയറി നിൽക്കും. എന്നിട്ട് എൻ്റെ മുമ്പിലുള്ള കല്ലുകളോട് നോക്കി ഞാൻ സംസാരിക്കും. പ്രാക്ടീസ് മേക്ക് മാൻ എ പെർഫെക്റ്റ് എന്നാ പറയുന്നത്. പറ്റാത്തതായിട്ട് ഒന്നുമില്ല സാർ, പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഒരു മനുഷ്യൻ വിചാരിക്കണം,
എടുക്കണം സാറേ തീരുമാനം. തീരുമാനം എടുക്കാനും ജീവിതത്തിൽ വിജയിക്കാനും ഇതുമാതിരി ലോകം കണ്ട ഒരവസരം വേറെയില്ല, ഇനി കിട്ടാനുമില്ല. ഇവിടെ 5 പൈസ നഷ്ടസാധ്യതയില്ലാതെ, ടെൻഷൻ ഇല്ലാതെ വിജയിക്കാൻ നമ്മുടെ നാട്ടില് അറിയപ്പെടുന്ന ഒരു വ്യവസായിയായി തീരാൻ പറ്റിയ അവസരമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. എല്ലാവർക്കും ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാനും കോൺഫിഡൻസോടുകൂടി മറ്റുള്ളവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടും എല്ലാവരെയും ഉയരങ്ങളിൽ വെച്ച് കാണാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് വിഷ് യു സക്സസ്. ജയ് ഹിന്ദ്, ജയ് മലേഷ്യൻ മാർക്കറ്റിംഗ്. താങ്ക് യു.